പറയില്ല. ഞാൻ ശരിക്കും വീട്ടിലിരുന്നാ പഠിച്ചത്. വീട്ടിലിരുന്നാ പഠിച്ചത്. ശരി. അത് സ്കൂളിൽ കയറ്റില്ല. എനിക്ക് അങ്ങനെ ഓട്ടോഗ്രാഫ് കിട്ടിയിട്ടില്ല, ഗ്രാഫ് പോലും മേടിച്ചിട്ടില്ല ഞാൻ. ശരി, ശ്രീവിദ്യക്ക് എന്തോ പറയാനുണ്ടാവും. കുറെ നേരമായിട്ട് എന്തൊക്കെയോ ഓർക്കുന്നുണ്ടായിരുന്നു. ഞാൻ നാട്ടിലെ സ്കൂളിലാണ് പഠിച്ചത്. ഇല്ല, ഞങ്ങളെല്ലാം ഞാൻ ഓസ്ട്രേലിയയിലാണ് പഠിച്ചത്. ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കന്നഡ കുട്ടികളുണ്ടാവും, മലയാളികൾ വെക്കാത്തതുണ്ടാവും. എന്നിട്ട് കന്നഡ കുട്ടിയായിരുന്നോ? അല്ലല്ല, ഞാൻ മലയാളം കുട്ടിയായിരുന്നു. അപ്പൊ മിക്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഓട്ടോഗ്രാഫിൽ എഴുതുമ്പം അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടാവും. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്കിങ്ങനെ എഴുത്ത് വന്നു, കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക് ആരും അറിയാം. ആ പാട്ടാണോ? ആ 2 ലൈനിൽ എഴുതി. അപ്പൊ ഞാൻ ആരാന്ന് തപ്പി, പക്ഷെ പേര് എഴുതിയിട്ടില്ലായിരുന്നു. മറ്റേ ലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിടുവോ, ഞാൻ അന്വേഷിച്ചു പോയില്ലേ. ഓ, അപ്പോൾ നീ ആ വർഷമാണോ ജനിച്ചത്? അല്ലല്ല, ആ വർഷം. അപ്പം ഞാൻ ഇതാരാന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ ഒരു കന്നഡ പയ്യൻ മലയാളം പയ്യനെ കൊണ്ട് എഴുതിച്ചതാ മലയാളം പാട്ട്. പിന്നെ എനിക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാൻ +2 കഴിഞ്ഞപ്പോ മാംഗ്ലൂർ പോയി. ബിനീഷ് മാഷിനെ ഒരു പെണ്ണിനോട് ഐ ലവ് യു പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് ഐ ലവ് യു 2 എന്ന് പറഞ്ഞു. അവ തിരിച്ചു വന്നിട്ടുണ്ട്, എടാ അവളെ വേണ്ട, അവർക്ക് 2 ലൈൻ ഉണ്ടെന്നാ പറഞ്ഞു. ശരി, അങ്ങനെ എല്ലാവരുടെ സ്റ്റോറീസും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മള് ഈ ഓട്ടോഗ്രാഫ്സ്, ഈ സ്ലാം ബുക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോ എനിക്കറിയാം അനു തങ്കുന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് എന്റെ വിധിയാണല്ലോ, ആദ്യം എനിക്ക് തന്നെ. നല്ലൊരു പോലീസുകാരനെ കളഞ്ഞിട്ട് കള്ളന്റെ പുറകെ പോണു. പ്രായം മറന്ന് ചാടല്ല അങ്ങനെ. അടിപൊളി അടിപൊളി. ഓക്കെ, അല്ല നിനക്ക് കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തതാണോ തമിഴ്നാട്ടിൽ പോയ ആളെ തപ്പി? ചേട്ടാ, കേരളത്തിലെ പയ്യന്മാരെക്കാളും സൂപ്പറാണ് തമിഴ്നാട്ടിലെ പയ്യന്മാർ. ആളാണ്. ശരി, ഓക്കെ, പാസ് ചെയ്തോളൂ. ഇതെന്റെ അണ്ണനുള്ളതാ. അണ്ണനാ? അപ്പൊ അവന്റെ ചേട്ടനോ? തങ്കു അണ്ണ. ശരി, എങ്കിൽ ഇതെന്റെ അണ്ണിക്കുള്ളത്. പിന്നെ അണ്ണാന്ന് വിളിച്ചാൽ തിരിച്ച് അണ്ണി. എന്റെ തങ്കുവേട്ടന്. കണ്ണും പിടിക്കുന്നില്ല, റെറ്റിനും തുടച്ചിട്ട് വെച്ചടാ. അപ്പോ എന്തായാലും ഏറ്റവും ആദ്യം അനു നമ്മുടെ തങ്കുവിന് വേണ്ടിട്ട് കരുതിയിട്ടുള്ള എന്താണ്? ഇതിന് കോമഡി എന്നറിയാമോ? തങ്കു ചേട്ടാ, കണ്ണ് കാണാൻ പാടില്ല എന്ന് വായിക്കാറില്ല. ഇപ്പൊ കണ്ണട വരും, എങ്ങനെ വായിക്കും? ഞാൻ വായിക്കാം തങ്കു, എല്ലാവരും ഞാൻ വായിച്ചാ പോലെ. രക്ഷപ്പെട്ടു. നീ പ്രാർത്ഥിക്കുന്ന മുത്തപ്പന് ശക്തി ഉണ്ടാ. അപ്പൊ അനു തങ്കുവിന് വേണ്ടിട്ട് ഈ ഓട്ടോഗ്രാഫ് ബുക്കിൽ എഴുതിയിട്ടുള്ള വരികൾ നിങ്ങൾക്ക് അറിയണ്ടേ? സ്നേഹമാകുന്ന തോട്ടത്തിൽ പ്രേമമാകുന്ന കപ്പ നടുമ്പോൾ അച്ഛനാകുന്ന തൊരപ്പനല്ലേ? തൊരപ്പനല്ലേ ചേച്ചി? ഞാൻ വായിക്കാം. അതങ്ങ് ചീറ്റി അങ്ങ് പോയി. സ്നേഹമാകുന്ന തോട്ടത്തിൽ പ്രേമമാകുന്ന കപ്പ നടുമ്പോൾ അപ്പനാകുന്ന തൊരപ്പനലി മാന്താതെ സൂക്ഷിക്കാം. അതാണ് എഴുതിച്ചിരിക്കുന്നത്. എന്റെ സ്വന്തം ബ്ലഡ് കൊണ്ട് ഞാൻ എഴുതിയ ഐ ലവ് യു. നിന്റെ പിന്നെ ഈ തൊരപ്പൻ ഉദ്ദേശിച്ചത് എന്റെ തങ്കുച്ചേട്ടനാണ് കേട്ടോ. ഇതാണ് ബ്ലഡ്. ബ്ലഡിന് നീല കളർ. എന്റെ ബ്ലഡ് അല്ലേ ഐഷു? അതാ ഞരമ്പ് കടിച്ചു ഓടിക്കണേ കണ്ടായിരുന്നു. ഇനി തങ്കു അനുവിന് എഴുതിയിട്ടുള്ളത് തങ്കച്ചൻ. കണ്ടറിയാമുള്ളത് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കണെന്ന് ആർക്കറിയാം? ഫ്രണ്ട് പേജ്. യെസ്. 2 വാക്കിൽ നിർത്തിയോ ചേട്ടാ? അത്രേ ഉള്ളൂ, അത്ര അറിയാവുള്ളൂ. പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് ഒരു വഞ്ചനയുടെ ലാഞ്ചന. ഞാൻ വായിക്കാം. പുഞ്ചിരിക്കുന്ന പൂവിലുമുണ്ട് ഒരു വഞ്ചനയുടെ ലാഞ്ചന. അപ്പൊ പുഞ്ചിരിക്കുന്ന പൂക്കളെ ശ്രദ്ധിക്കൂ, വഞ്ചിക്കും നിങ്ങളെ. ഇത് ആർക്കോ ഇട്ടൊരു തേപ്പ് കഥ? ഒരിക്കലോ അങ്ങനെ തങ്കച്ചൻ അങ്ങനെ റിട്ടേൺ ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അത് കണക്കാക്കി ഞാൻ എഴുതിയത്. ശരി, അപ്പൊ തങ്കു നൈസായിട്ട് ഈ തേച്ചേന്റെ ഒരു ഇതാണ് കേട്ടോ, പ്രതികാരമാണ് വെട്ടിയത്.